ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് +1 ഇക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി 1950 to 1990. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്റർ ഇന്ത്യൻ ഇക്കോണമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ്, അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നേയുള്ള ഇന്ത്യൻ ഇക്കോണമി അഥവാ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്തുള്ള ഇന്ത്യൻ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് വരുമ്പോൾ അവിടെ നമ്മൾ എന്താ പഠിക്കുന്നത്? ഇന്ത്യൻ എക്കോണമി 1950 to 1990, അതായത് ഇന്ത്യ റിപ്പബ്ലിക് ആയതിനു ശേഷം ഒരു 1990 വരെയുള്ള നമ്മുടെ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുന്നത് ദ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്, അതായത് 5 ഇയർ പ്ലാൻ്റെ ഗോൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ് പോളിസീസ് ഇൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ഫ്രം 1950 to 1990, അതായത് ഒരു റെഗുലേറ്റഡ് ഇക്കോണമി ആയതിനു ശേഷം നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിലും ഇൻഡസ്ട്രിയൽ സെക്ടറിലും ഒക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ദ ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻസ്, അതായത് 5 ഇയർ പ്ലാൻസിൻ്റെ ഗോൾസാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1950 ഇന്ത്യ റിപ്പബ്ലിക്കായി. അപ്പോൾ ഒരു റെഗുലേറ്റഡ് എക്കോണമി എന്ന നിലയ്ക്ക് നമുക്ക് ഒരു ഇക്കണോമിക് പ്ലാനിംഗ് ആവശ്യമായിട്ട് വന്നു. അങ്ങനെ ഒരു ദേശീയ സാമ്പത്തിക പദ്ധതികളുടെ ഒരു കേന്ദ്രീകൃത നടപ്പിലാക്കലായിരുന്നു 5 ഇയർ പ്ലാൻസ് അഥവാ പഞ്ചവത്സര പദ്ധതികൾ. 1920കളുടെ അവസാനം സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് ജോസഫ് സ്റ്റാലിൻ നടപ്പിലാക്കിയ 5 ഇയർ പ്ലാനിൻ്റെ ഒരു മാതൃകയാക്കിയാണ് അത്തരം മുന്നേറ്റം ഇന്ത്യയിലും നടപ്പിലാക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മുൻകൈയെടുത്തത്. അങ്ങനെ ഇന്ത്യ റിപ്പബ്ലിക് ആയതിൻ്റെ തൊട്ടു പിന്നാലെ ജവഹർലാൽ നെഹ്റു ആദ്യത്തെ 5 ഇയർ പ്ലാൻസിന് തുടക്കം കുറിച്ചു. In 1950, the Planning Commission was set up with the Prime Minister as its chairperson. The era of 5 year plan had begun. അപ്പോൾ നമ്മൾ പറഞ്ഞു 1950 നമ്മളൊരു പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്തു. അതിന് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അതായത് ജവഹർലാൽ നെഹ്റു. അങ്ങനെയാണ് നമ്മുടെ 5 ഇയർ പ്ലാനിൻ്റെ കാലഘട്ടം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ പദ്ധതിക്കും പ്രത്യേകമായ ലക്ഷ്യങ്ങളും മുൻഗണനകളും ഉണ്ടാകും. എന്നാൽ പദ്ധതികൾക്ക് ചില പൊതുവായ ലക്ഷ്യങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഗോൾസ് ഓഫ് 5 ഇയർ പ്ലാൻ. അപ്പോൾ ഈ 5 ഇയർ പ്ലാൻസിൻ്റെ ചില പൊതുവായ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഗ്രോത്ത് അഥവാ സാമ്പത്തിക വളർച്ച. അതെന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ഇൻക്രീസ് ഇൻ ദ കൺട്രീസ് കപ്പാസിറ്റി ടു പ്രൊഡ്യൂസ് ദ ഔട്ട്പുട്ട് ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് വിത്തിൻ ദ കൺട്രി. ഇറ്റ് ഇംപ്ലൈസ് എയ്തർ എ ലാർജർ സ്റ്റോക്ക് ഓഫ് പ്രോഡക്റ്റീവ് ഓർ എ ലാർജർ സൈസ് ഓഫ് സപ്പോർട്ടിംഗ് സർവീസസ്. അതായത് ഒരു എക്കോണമിയുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആ എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗൂഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഗ്രോത്തിനെയാണ് നമ്മൾ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു എക്കോണമിയിൽ സാധന സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ആ രാജ്യത്തിൻ്റെ ശേഷിയുടെ വർധനവിനെയാണ് നമ്മൾ സാമ്പത്തിക വളർച്ച അഥവാ ഗ്രോത്ത് എന്ന് പറയുന്നത്. എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഇക്കണോമിക്സ് ഇസ് സ്റ്റഡി ഇൻക്രീസ് ഇൻ ദ GDP. ദ GDP ഓഫ് എ കൺട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. അതായത് ഒരു എക്കോണമിയുടെ ഗ്രോത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് GDP ആണ്. അതായത് ഒരു എക്കോണമിയുടെ GDP ആണ് ആ സാമ്പത്തിക വളർച്ചയുടെ ഏറ്റവും വലിയ സൂചിക. ഈ GDP നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് എക്കോണമിയിലെ ഓരോ സെക്ടേഴ്സിൽ നിന്നാണ്.
അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന്, അതുപോലെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ്, അങ്ങനെ ഒരു സെക്ടേഴ്സിൽ നിന്നാണ് നമ്മൾ ഈ GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോത്ത് എന്ന ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗൂഡ്സ് ആൻഡ് സർവീസസിൻ്റെ വർധനവിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ GDP ആണ് ഒരു എക്കണോമിക് ഗ്രോത്തിൻ്റെ ഗുഡ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, GDP കൂടിയാൽ നമുക്ക് മനസ്സിലാക്കാം ആ എക്കോണമിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ GDP കുറവാണെങ്കിൽ നമുക്കെന്ത് മനസ്സിലാക്കാം? ആ എക്കോണമിയുടെ ഗ്രോത്ത് വളരെ കുറവാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് ഗ്രോത്ത് എന്ന ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഗോൾ എന്താണ്? മോഡേണൈസേഷൻ അഥവാ ആധുനികവൽക്കരണം. അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ ഓഫ് ഗൂഡ്സ് ആൻഡ് സർവീസസ് ദ പ്രൊഡ്യൂസേഴ്സ് ഹാവ് ടു അഡോപ്റ്റ് ന്യൂ ടെക്നോളജി. അഡോപ്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി ഈസ് കോൾഡ് മോഡേണൈസേഷൻ. അതായത് മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് പ്രോഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നതാണ് മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മുടെ എക്കോണമിയുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നതാണ് മോഡേണൈസേഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. However, modernization does not refer only to the use of new technology but also to change in social outlook, such as the recognition that women should have the same right as men. അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂ ടെക്നോളജി അഡോപ്ഷൻ മാത്രമല്ല, കൂടാതെ അതിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട്. അതെന്താണ്? മനോഭാവത്തിൽ, അതായത് നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്കിൽ വരുത്തേണ്ട മാറ്റം. നമുക്കറിയാം, ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ, പുരുഷ മേധാവിത്വം തുടങ്ങിയ പിന്തിരിപ്പൻ ചിന്തകളാണ് നമുക്ക് ഉള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഇക്കണോമിക് ഗ്രോത്തിനെ തടസ്സപ്പെടുത്തും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള ഈ മനോഭാവങ്ങളും മാറ്റിയെടുക്കണം. അതും കൂടിയാണ് ഈ മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മോഡേണൈസേഷൻ എന്നുള്ള ഗോള് കൊണ്ട് എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, ന്യൂ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്ത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക, കൂടാതെ നമ്മുടെ സോഷ്യൽ ഔട്ട്ലുക്കിലും ചേഞ്ച് വരുത്തുക എന്നതാണ് മോഡേണൈസേഷൻ എന്ന ഗോള് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തേർഡ് ഗോൾ എന്ന് വെച്ചാൽ സെൽഫ് റിലയൻസ്, അതായത് സ്വാശ്രയത്വം. അതെന്താണ്? A nation can promote economic growth and modernization by using its own resources or by using resources imported from other nations. അതായത് നമ്മൾ രണ്ട് ഗോൾ ഡിസ്കസ് ചെയ്തു ഓൾറെഡി. ഏതൊക്കെയായിരുന്നു? ഇക്കണോമിക് ഗ്രോത്തും മോഡേണൈസേഷനും. ഒരു എക്കോണമിക്ക് ഇത് രണ്ടും എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാം? ആ എക്കോണമിയുടെ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവർക്ക് റിസോഴ്സസ് ഇമ്പോർട്ട് ചെയ്തിട്ട്, വേറെയുള്ള രാജ്യത്ത് നിന്ന് ഈ റിസോഴ്സസ് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഗ്രോത്തും മോഡേണൈസേഷനും ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. The first 7-5-year plan gave importance to self-reliance, which means avoiding imports of those goods which could be produced in India itself. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 7 5-year പ്ലാൻസിലും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് സെൽഫ് റിലയൻസിനാണ്. അതായത് ഇമ്പോർട്ട്സൊക്കെ നമ്മൾ ഒഴിവാക്കുക. എങ്ങനെ? ഇന്ത്യയിൽ തന്നെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളുടെ ഇമ്പോർട്ട് നമ്മൾ ഒഴിവാക്കുക. ദിസ് പോളിസി വാസ് കൺസിഡേർഡ് എ നെസസിറ്റി ഇൻ ഓർഡർ ടു റെഡ്യൂസ് അവർ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ കൺട്രീസ്, എസ്പെഷ്യലി ഫോർ ഫുഡ്. നമ്മൾ എന്തിനാണ് ഈ ഇമ്പോർട്ട്സൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്? ഫോറിൻ കൺട്രീസിനുമായിട്ടുള്ള നമ്മുടെ ഡിപ്പെൻഡൻസ് കുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പ്രത്യേകിച്ചും ഫുഡിന് വേണ്ടിയിട്ടുള്ള ഡിപ്പെൻഡൻസ് കുറക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ഇമ്പോർട്ട് ഒഴിവാക്കിയത്. എന്നിട്ട് നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാതെ തന്നെ ഇവിടെ വെച്ച്, നമ്മുടെ എക്കോണമിയിൽ വെച്ച് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതാണ് സെൽഫ് റിലയൻസ് എന്ന ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത്
ഇമ്പോർട്ട് അവോയ്ഡ് ചെയ്തിട്ട് നമ്മുടെ എക്കോണമിയിലുള്ള ഓൺ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുക എന്നതാണ് സെൽഫ് റിലയൻസ് എന്നുള്ള ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 4th ഗോൾ, ഇക്വിറ്റി. ഇത് നമ്മുടെ ഫയർ പ്ലാനിലെ ഏറ്റവും ലാസ്റ്റത്തെ ഗോളാണ്. എന്താണിത്? നഫ് ഗ്രോത്ത്, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് ബൈ ദംസെൽഫ് may not improve the kind of life which people are living. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു, 3 ഗോൾസ് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയാണ്? ഗ്രോത്ത്, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്. അപ്പോൾ ഇത് 3ഉം ഉണ്ടായെന്ന് വെച്ചിട്ട് നമ്മുടെ എക്കോണമിയിൽ പീപ്പിളിൻ്റെ ലൈവ്ലിഹുഡ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. It is important to ensure that benefits of economic prosperity reach the poor section as well ഇൻസ്റ്റെഡ് ഓഫ് ബീങ് എൻജോയ്ഡ് ബൈ ദ റിച്ച്. അതായത് നമ്മുടെ എക്കോണമിയിലുള്ള പ്രോസ്പെരിറ്റീസ് ഒക്കെ പാവപ്പെട്ടവരുടെ കയ്യിലും എത്തണം. റിച്ച് പീപ്പിൾ മാത്രം എൻജോയ് ചെയ്താൽ പോരാ. നമ്മുടെ എക്കോണമിയിലുള്ള ബെനഫിറ്റ്സും പ്രോസ്പെരിറ്റീസും ഒക്കെ റിച്ച് പീപ്പിൾസ് മാത്രം എൻജോയ് ചെയ്താൽ പോരാ, അത് പാവപ്പെട്ടവരുടെ കയ്യിലും എത്തണം. So, in addition to above said goals, equity is also important. Every Indian should be able to meet his or her basic needs, and inequality in the distribution of wealth should be reduced. അതായത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഗോളിന് പുറമെ, അതായത് ഗ്രോത്ത്, മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ്, ഇതിന് പുറമെ ഇക്വിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ഇന്ത്യൻസിനും അവരുടെ ബേസിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ സാധിക്കണം. എങ്ങനെ? ഈക്വലി മീറ്റ് ചെയ്യാൻ സാധിക്കണം. ഒരു തരത്തിലുള്ള ഇനീക്വാലിറ്റീസും ഇന്ത്യൻ പീപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല എന്നതാണ് ഇക്വിറ്റി എന്നുള്ള ഗോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയാണ് ഗോൾസ് ഓഫ് ഫയർ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. അപ്പോൾ ഇത്രയാണ് ഫയർ പ്ലാൻസിൽ പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.